മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തൊക്കെയാണ് ലലീഗയിൽ നടക്കുന്നത്? 2 ഗോളിന് പിറകെ പോവുക, പിന്നീട് 20 മിനിറ്റ് കൊണ്ട് 4 ഗോൾ അടിച്ച് ജയിക്കുക. ബാഴ്സയുടെ ഇന്നത്തെ പെർഫോമൻസ് എന്റെ പൊന്നോ, ഫയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞ സാധാരണ സിമിയോണി ടീമിനെതിരെ ഒരു ഗോളൊക്കെ അടിക്കാൻ വിഷമിക്കുന്ന പല കളികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റിലത്തെ ഒരു 20-30 മിനിറ്റ് ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ മറന്നു പോകുന്ന ഡിഫൻഡേഴ്സിനെയാണ് നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത്. കളി തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ തന്നെ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ബാഴ്സലോണയാണ്. യമാലിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി ഫോറസ്റ്റിലൂടെ GPS ഒക്കെ നാവിഗേറ്റ് ചെയ്യുന്ന പോലെയാണ് അത്ലറ്റിക്കോയുടെ ഡിഫൻഡിനിടയിലൂടെ ഈസി ആയിട്ട് 1-2 എടുത്തിട്ട് മുമ്പോട്ട് പോകുന്നത്. പുള്ളിയെ യാതൊരു വിധത്തിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഹാഫില് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് ലെഫ്റ്റ് സൈഡിന്റെ കോർണറിലേക്ക് പുള്ളി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ ബോൾ കുറച്ചുകൂടി ഡിപ്പായിരുന്നെങ്കിൽ അത് പോസ്റ്റിനകത്ത് പോകേണ്ട പെർഫെക്റ്റ് ഷോട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ക്രോസ് ബാർ ടെസ്റ്റ് ചെയ്ത് അത് പുറത്തു പോയി. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെവൻഡോസ്കിക്ക് ഒരു 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു. ഇതും ക്രോസ് ബാറിന്റെ ടോപ്പ് എഡ്ജ് തട്ടി പുറത്തു പോകുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ 1-2 ഹാഫ് ചാൻസുകൾ റഫീഞ്ഞ, പെഡ്രി ഇവരെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ചാൻസുകൾ ബാഴ്സയുടെ സൈഡിൽ നിന്ന് വന്നു. പക്ഷെ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞില്ല. എന്നാൽ അറ്റാക്കിംഗ് വൈസ് എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് സൈഡിൽ നിന്ന് ഒരു ചാൻസ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആൽവരസ് ഓഫ് സൈഡ് ആയത് കാരണം ആ 1-on-1 ചാൻസും കൗണ്ട് ചെയ്യില്ലായിരുന്നു. പിന്നീട് ഒരു ലോങ് റണ്ണും ബോൾസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ബാഴ്സലോണയെ ഞെട്ടിച്ചുകൊണ്ട് 45-ാമത്തെ മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡിന് കിട്ടുകയാണ്. ലെഫ്റ്റ് വിങ്ങിലൂടെ ഗ്രീസ്മാൻ ആണ് ഈ ഒരു ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പന്ത് റൈറ്റ് വിങ്ങിലുള്ള സിമിയോണിയിലേക്ക് എത്തുകയാണ്. സിമിയോണി ഒരു ടച്ച് എടുക്കുന്നു. ഇപ്പൊ സാധാരണ പ്ലെയർ ആണെങ്കിൽ ഡയറക്റ്റ് ഷോട്ടിന് ശ്രമിക്കും, ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി കയ്യിൽ നിന്ന് പോകും. അവിടെയാണ് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്നത്. ഈ ബോള് കട്ട് ബാക്ക് ചെയ്തുകൊണ്ട് ആൽവരസിന്റെ കാലിലേക്ക് സിമിയോണി ഇട്ട് കൊടുക്കുകയാണ്. പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട്. അങ്ങനെ 45-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് വരികയാണ്. അതോടുകൂടി ഞാൻ വിചാരിച്ചു ഈ കളിയുടെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. കാരണം അൾട്രാ ഡിഫൻസിലേക്ക് ചിലപ്പോൾ അത്ലറ്റിക്കോ പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ബാഴ്സ പഴയതുപോലെ 1-2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. യമാലിന് ചാൻസ് കിട്ടി, ലെവൻഡോസ്കിക്ക് ചാൻസ് കിട്ടി. പക്ഷെ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ബാഴ്സ അടിച്ചിട്ടുള്ള ഒരു പന്ത് ഡിപ്പോളിന്റെ കൈയിൽ തട്ടി ഡിഫ്ലക്ട് ആയിട്ടാണ് ഗാലഗറുടെ കാലിലേക്ക് എത്തുന്നത്. ഹാൻഡ് ബോൾ ആണെന്നൊക്കെ ബാഴ്സയുടെ പ്ലെയർ വാദിച്ചു. പക്ഷെ ആ ബോളുമായിട്ട് ഗാലഗർ ലെഫ്റ്റ് വിങ്ങിലൂടെ മുമ്പോട്ട് പോവാണ്. ഗാലഗർ ഇവിടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പാസ് സോർലോത്തിന്റെ കാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനു മുമ്പ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ആൽവരസ് മാറി സോർലോത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോർലോത്തിന്റെ റൈറ്റ് വിങ്ങിലേക്കുള്ള ഒരു ഷോട്ട്. അങ്ങനെ 2-0 ലീഡിലേക്ക് 70-ാമത്തെ മിനിറ്റിൽ എത്തുകയാണ്. ബാഴ്സ വീണ്ടും നമ്മളെയൊക്കെ ഞെട്ടിച്ചു എന്ന് പറയേണ്ടി വരും. ഇപ്പോ വിത്തിൻ നോ ടൈം ബാഴ്സ ഈ ഒരു മാച്ചിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ മാർട്ടീനസിന് മിഡ്ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പന്ത്, പുള്ളിയുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇവിടെ എടുത്തു പറയണം. ഡയറക്റ്റ് ആയിട്ട് ലെവൻഡോസ്കിക്ക് ഒരു പാസ് കൊടുക്കുകയാണ്. ലെവൻഡോസ്കി ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആ ഒരു ബോള് എന്റെ പൊന്നോ, ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ കണ്ടത്. ചെസ്റ്റ് കൊണ്ട് ഈ ഒരു ബോള് ഹാൻഡിൽ ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് റൈറ്റ് സൈഡിന്റെ കോർണറിലേക്ക് ലെവൻഡോസ്കി ഷോട്ട് എടുക്കുന്നത്. ഓബ്ലാക്കിന്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റാഡിയൊക്കെ നോക്കി, പക്ഷെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 72-ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണ 2-1 കളിയിലേക്ക് തിരിച്ചു വന്നു. ഇവിടെയാണ് ഞാൻ ഡിഫൻസിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ലോങ്ലിയുടെ കാര്യം നോക്കിയാലും നോർമന്റെ കാര്യം നോക്കിയാലും ഇന്ന് വളരെ വളരെ പോറായിട്ടുള്ള കുറെ ഡിസിഷൻ മേക്കിംഗ് ഈ ഡിഫൻഡേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോ ഫൗൾ ചെയ്യേണ്ട സമയത്ത് ഫൗൾ ചെയ്യുന്ന അത്ലറ്റിക് സൈഡിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിസിക്കലായിട്ട് മിഡ്ഫീൽഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യുന്നില്ല. ഈസി ആയിട്ട് ബോൾ വിട്ടുകൊടുക്കുന്നു.
ഇപ്പോ പെഡ്രി ഒക്കെ വന്നിട്ട് 2 ടച്ച് എടുത്ത് ഈ മിഡ്ഫീൽഡിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പുള്ളിയെ ക്ലോസ് ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കാനും പലപ്പോഴും അത്ലറ്റിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഡിഫെൻസീവ് ലൈൻ ഇത് 1-to-1 മാർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഈ യമാലൊക്കെ ബോൾ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഒക്കെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ട അല്ലെങ്കിൽ പുള്ളിനെ ഫൗൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫൗൾ ചെയ്യേണ്ട ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് 1-2 എടുക്കുന്നു, ഒരു ടച്ച് എടുക്കുന്നു, പോസ്റ്റിൽ കയറി ഷോട്ട് എടുക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഇവിടെ രണ്ടാമത്തെ ഗോള് 77ാമത്തെ മിനിറ്റിൽ, ഇത് ഫെറാൻ ടോറസിന്റെ മൂവ്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്താ പറയുന്നത്, ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നത് പോലെ ഒരാളും നോട്ടീസ് ചെയ്യുന്നില്ല. ആ സമയത്തൊക്കെ ഈ ഡിയറിന്റെ കണ്ണില് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു നേരം ഫ്രീസ് ആവില്ലേ, അതുപോലെയാണ് അത്ലറ്റിക്കോ ഡിഫൻഡർമാർ. കുറച്ച് സമയം അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബോൾ വരുന്നൊക്കെ നോക്കി നിൽക്കുന്നു. ആ സമയത്ത് റൈറ്റ് വിങ്ങിൽ നിന്ന് റഫീഞ്ഞ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസ് പോസ്റ്റിലേക്ക് ഇടുന്നു. ഫെറാൻ ടോറസിന്റെ പെർഫെക്റ്റ് ഹെഡർ ഔട്ട് ഓഫ് നോ വെയർ ബാഴ്സ കളിയിലേക്ക് തിരിച്ചു വന്നു 2-2 എന്ന രീതിയിൽ. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ മാൻമാർക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയറിനെ ഇടം വലം തിരിയാൻ സമ്മതിക്കാത്ത ഡിഫെൻഡിങ് ഒക്കെ സിമിയോണിയുടെ ടീമിന്റെ സൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് എവിടെയാണ് ആ പ്രസൻസ് ഓഫ് മൈൻഡ്, എവിടെയാണ് പ്ലേയേഴ്സിനെ ട്രാക്ക് ബാക്ക് ചെയ്യുന്നത്, എവിടെയാണ് അവരെ ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ആ ബോളൊക്കെ ക്ലിയർ ചെയ്യുന്നത്? അതൊന്നും ഇന്ന് വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ലോറിന്റെ ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോ ലോങ്ലിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പുള്ളി 50-50 ആണ്, ചിലപ്പോൾ കളിക്കും ചിലപ്പോൾ കളിക്കില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ്. പിന്നീട് നമ്മൾ കണ്ടത് സോർലോത്തിന് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള മറ്റൊരു ബ്രില്യൻ്റ് ഓപ്പർച്യൂണിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളിയും പോസ്റ്റും മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഗോൾ കീപ്പറെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഷോട്ടെങ്കിലും സോർലോത്തിന്റെ സൈഡിൽ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ പുള്ളി ലെഫ്റ്റ് വിങ്ങിലേക്ക് പുറത്തേക്ക് അടിച്ച് കളയുന്ന സിറ്റുവേഷൻ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കയ്യിൽ നിന്ന് പോയതോടെ എനിക്ക് തോന്നുന്നു ബാഴ്സ പിന്നെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ വിചാരിച്ചു കളി ഏതാണ്ട് തീരാനായി, അവസാന മിനിറ്റിലേക്ക് എത്തി. എക്സ്ട്രാ ടൈം 8 മിനിറ്റ് അനൗൺസ് ചെയ്തു. ഇനി 2-2 എന്ന രീതിയിൽ ഇരു ടീമുകളും സമനിലയിലേക്ക് പോകുന്നൊക്കെ വിചാരിച്ച സമയത്താണ് അടുത്തൊരു ബ്രില്യൻറ്റ് ഗോള് വരുന്നത്. ഇവിടെ മറ്റാരും അല്ല, യമാല് വീണ്ടും ഞെട്ടിച്ചു. പുള്ളി എനിക്ക് തോന്നുന്നു ആ ഒരു വിഷൻ, ഓക്കെ, ഗോൾ സ്കോർ ചെയ്യണം, ജയിക്കണം, ഈ 2-2 എന്നുള്ള സമനില ആക്സെപ്റ്റബിൾ അല്ല, ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പെർഫോമൻസുകളാണ് യമാലിന്റെ സൈഡിൽ നിന്ന് കാണുന്നത്. പുള്ളി റൈറ്റ് വിംഗ് എന്ന് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്നു. ഇവിടെ ഡിഫൻഡറിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് ഈ പന്ത് കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് വിങ് കോർണറിലേക്ക് പോകുന്നു. ഇവിടെ ഒബ്ലാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി റോങ് ഫൂട്ട് ആയിട്ട് നിൽക്കുകയായിരുന്നു. പുള്ളി നോക്കി നിൽക്കുമ്പോഴാണ് ഈ ബോൾ ഡിപ്പ് ചെയ്ത് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ യമാൽ 3-2 എന്നുള്ള സ്കോറോടെ ബാഴ്സയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാണ്. അപ്പോഴത്തെ സെലിബ്രേഷനും ഫ്ലിക്കിന്റെ റെസ്പോൺസും പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു എനർജിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് മീൻസ് നെക്സ്റ്റ് ലെവൽ എനർജിയാണ് ആ ഗോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അതോടുകൂടി കളി കഴിഞ്ഞു, ബാഴ്സലോണ ജയിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു ഡിഫൻസീവ് മിസ്റ്റേക്കാണ് നമ്മൾ കാണുന്നത്. ഫെറാൻ ടോറസിന് മറ്റൊരു ചാൻസ് കിട്ടുകയാണ്. അവിടെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷിങ് ടോറസിന്റെ സൈഡിൽ നിന്ന് കണ്ടു. അങ്ങനെ സ്കോർ ലൈൻ 4-2 എന്നുള്ള നിലയിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്തു. ഇഞ്ചുറി ടൈമിൽ 2 ഗോളുകൾ, 20 മിനിറ്റിനുള്ളിൽ 4 ഗോളുകൾ. ഇതൊക്കെ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ബാഴ്സയുടെ സൈഡിൽ നടക്കുന്നത്. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.